പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ രാത്രി റഷ്യയുടെ മോസ്കോയിൽ നിന്നും ടെഹ്റാനിലേക്ക് വളരെ പ്രത്യേകമായ ഒരു വിമാനം വന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഇത് എന്തൊക്കെയോ സൂചനയാണ് നമുക്ക് നൽകുന്നത്. കാരണം ഇതൊരു സാധാരണ വിമാനമല്ല. യുദ്ധം കൺട്രോൾ ചെയ്യാൻ പറ്റിയ ഒരു രാഷ്ട്രത്തിന്റെ നേതാവിന് ഒരു യുദ്ധം കൺട്രോൾ ചെയ്യാൻ മാത്രമുള്ള സംവിധാനങ്ങൾ ഈ വിമാനത്തിൽ ഉണ്ട് എന്നതാണ് ഇതിന്റെ പ്രത്യേകത. ഒരു ഭരണകർത്താവിന് ആ രാഷ്ട്രത്തിൽ ഇല്ലാതെ അതിന് വ്യോമതലങ്ങളിൽ വെച്ച്, ആകാശത്ത് വെച്ച് എല്ലാ കാര്യങ്ങളെയും വിലയിരുത്തി സൈനിക നേതൃത്വത്തിന് ആവശ്യമായ സന്ദേശങ്ങൾ നൽകാനും യുദ്ധത്തിന്റെ ഗതികളെല്ലാം നിയന്ത്രിക്കാനും സാധിക്കുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത. ഇവിടെ ഇറാൻ പരമോന്നത നേതാവ് ഖാംനയിക്ക് മറ്റൊരിടത്ത് വെച്ച് തന്നെ യുദ്ധം നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുകയാണോ റഷ്യ എന്നതാണ് നമ്മളിപ്പോൾ ചിന്തിക്കുന്നത്. ഇതിവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മോസ്കോയിൽ നിന്ന് VKO എന്ന് പറയുന്നത് മോസ്കോയാണ്. അതുപോലെ ടെഹ്റാനിലെ എയർപോർട്ടിലേക്കാണ് ഇത് വന്നിറങ്ങിയിരിക്കുന്നത്. ഈ ഒരു വിമാനത്തിന്റെ പ്രത്യേകതകൾ, ഏതൊക്കെ ഘട്ടങ്ങളിലാണ് അത് ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. ഇപ്പോൾ റഷ്യയുടെ പ്രസിഡന്റ് മറ്റൊരു രാഷ്ട്രം സന്ദർശിക്കാൻ വേണ്ടി പോകുന്നു എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിലാണ് റഷ്യയിൽ എന്തെങ്കിലും ഒരു യുദ്ധമോ മറ്റോ സംഭവിക്കുന്നത്. എന്നാൽ ഈ സൈനിക മേധാവികൾക്ക് സന്ദേശം നൽകാൻ ഈ വിമാനത്തിൽ ഇരുന്ന് വ്ളാഡിമിർ പുടിന് സാധിക്കും. കാരണം സാധാരണ വിമാനങ്ങളിൽ മുകളിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ നെറ്റ് സംവിധാനങ്ങൾ ഉണ്ടാവുകയില്ല, കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ ഉണ്ടാവുകയില്ല. എന്നാൽ ഈ വിമാനത്തിൽ സാറ്റലൈറ്റുകൾ മുഖേന ഒരാൾക്ക് സൈനികരുമായി അതീവ സുരക്ഷയോടെ ആരും ചോർത്താതെ തന്നെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. വീഡിയോ കോൺഫറൻസ് വരെ സാധിക്കും. മാത്രമല്ല അതാത് സന്ദർഭങ്ങളിൽ ഇന്റലിജൻസ്, അതായത് ഇപ്പോൾ നടക്കുന്ന ശത്രുക്കളുടെ നീക്കം എങ്ങനെയാണ് എന്ന് സാറ്റലൈറ്റ് വഴി നിരീക്ഷിക്കുവാനും അതുപോലെ തന്നെ തങ്ങളുടെ രാഷ്ട്രത്തിലെ നീക്കങ്ങൾ എന്തൊക്കെ നടക്കുന്നു എന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി സാറ്റലൈറ്റ് മുഖേന നിയന്ത്രിക്കാനും അതിലൂടെ ആ കാര്യങ്ങൾ അവിടെയുള്ള വിവരങ്ങൾ ശേഖരിക്കാനും ഇതിലിരുന്നു കൊണ്ട്, ഈ വിമാനത്തിനകത്തിരുന്നു കൊണ്ട് വ്ളാഡിമിർ പുടിൻ അല്ലെങ്കിൽ റഷ്യൻ പ്രസിഡന്റിന് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ സാധിക്കും. ആ ഇന്റലിജൻസ് വിവരങ്ങൾ അടിസ്ഥാനത്തിൽ താഴെയുള്ള തങ്ങളുടെ രാഷ്ട്രത്തിലുള്ള സൈനിക മേധാവികൾക്ക് ആവശ്യാനുസരണം കമാൻഡുകൾ നൽകാൻ, നിർദ്ദേശം നൽകാൻ ഇതിലൂടെ സാധിക്കും. അതുപോലെ തന്നെ ആറ്റോമിക് കൺട്രോൾ, നമുക്കറിയാം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അവരുടെ കയ്യിലാണ് ന്യൂക്ലിയർ ബ്രീഫ് കേസ് ഉണ്ടാവുക. അതുപോലെ അമേരിക്കൻ പ്രസിഡന്റ് ആണെങ്കിൽ ഡൊണാൾഡ് ട്രംപിന്റെ കയ്യിലാണ് എപ്പോഴും ആ ഒരു പെട്ടി ഉണ്ടാവുക. ഇതിലൂടെയാണ് ഒരു രാഷ്ട്രം ആണവായുധം ഉപയോഗിക്കാനുള്ള നിർദ്ദേശം സൈനികർക്ക് ലഭിക്കുന്നത്. എന്താണ് ഇതൊരു സാധാരണ പെട്ടിയല്ല. ഇതിൽ ഒന്നാമത്തേത്, റഷ്യയുടെ പ്രസിഡന്റ് ആണെങ്കിൽ അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി സൈനികർക്ക് വെളിപ്പെടുത്താനുള്ള സംവിധാനമുണ്ട്. കാരണം ഈ പെട്ടിയെടുത്ത് ആരെങ്കിലും ആണവായുധം ഉപയോഗിക്കാനുള്ള സന്ദേശം നൽകിയാൽ അപകടകരമായിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ ഇത് പ്രസിഡന്റ് ആണ് ഇത് നൽകുന്നത് എന്നറിയിക്കാൻ ആവശ്യമായ ഒരു ഐഡന്റിറ്റി സംവിധാനം ഇതിലുണ്ടാകും. രണ്ടാമത്തെ കാര്യം, ആക്രമണങ്ങൾക്ക് അനുസരിച്ചുള്ള കോഡുകൾ, മറ്റാർക്കും അറിയാത്ത ചില കോഡുകൾ ഇതിലുണ്ടാകും. ഈ കോഡുകൾ അടിസ്ഥാനത്തിലായിരിക്കും, ഈ കോഡുകൾ വഴിയായിരിക്കും അവരുടെ സൈന്യത്തിന്, അതായത് രണ്ട് തരങ്ങളിലേക്ക്, ഒന്നാമത്തേത് ഉപരിതലത്തിലുള്ള മിസൈൽ സംവിധാനങ്ങൾ, അവിടെ നിന്നാണല്ലോ ആണവായുധം ഉപയോഗിക്കുന്നത്, അങ്ങോട്ടുള്ള നിർദ്ദേശം. അതുപോലെ തന്നെ അന്തർവാഹിനികൾ, സബ്മറൈനിലുള്ള സൈനിക മേധാവിമാർക്ക് അവർക്കും ഇതിലൂടെ നിർദ്ദേശം, ഈ കോഡുകൾ സെൻഡ് ചെയ്യാനും ഏതെല്ലാം രീതിയിൽ ആക്രമിക്കണം, ആണവായുധം ഉപയോഗിക്കണം എന്ന നിർദ്ദേശം നൽകാനും ഇതിലൂടെ സാധിക്കും. അതായത് ന്യൂക്ലിയർ ബ്രീഫ് കേസ് ഈ ഒരു വിമാനത്തിൽ പ്രസിഡന്റിന്റെ കൂടെ ഉണ്ടാകും. അതുപോലെ തന്നെ റിയൽ ടൈം ഇന്റലിജൻസ്, അതാത് സമയത്ത് കൃത്യമായ വിവരങ്ങൾ ഇന്റലിജൻസ് സംവിധാനങ്ങൾ ഈ വിമാനത്തിൽ ഇരുന്നു കൊണ്ട് ഇതിന്റെ മേധാവികൾക്ക് ലഭിക്കും. ഇങ്ങനെ ധാരാളം പ്രത്യേകതകൾ അടങ്ങിയ ഒരു യുദ്ധം നിയന്ത്രിക്കാൻ ആവശ്യമായ ഒരു വാർ കൺട്രോൾ റൂം എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കുന്ന ഒരു വിമാനമാണ് ഇപ്പോൾ ടെഹ്റാനിൽ എത്തിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇതിന് പിന്നിൽ എന്തൊക്കെയോ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിന്റെ പശ്ചാത്തലം, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ മറ്റൊരു വിമാനവാഹിനി കപ്പൽ കൂടെ ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലേക്ക് അയക്കാൻ പോകുന്നു. അത് മെഡിറ്ററേനിയൻ കടലിലേക്ക് നീങ്ങുന്നു എന്ന വാർത്തയാണ് വരുന്നത്. ഇങ്ങനെയുള്ള ഒരു ഘട്ടത്തിലാണ്, അതായത് അമേരിക്ക ഇപ്പോൾ ആക്രമണത്തിന്റെ തലങ്ങൾ തന്നെയാണ്. ഒരു ഭാഗത്ത് ചർച്ചകളൊക്കെ പറയുന്നുണ്ടെങ്കിലും അവർ ആക്രമണത്തിനുള്ള എല്ലാ കോപ്പുകളും കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു ഘട്ടത്തിലാണ് ഈ ഒരു വിമാനം ടെഹ്റാനിൽ വന്ന് ഇറങ്ങുന്നത് എന്ന് പറയുമ്പോൾ ഇതിന് പിന്നിൽ ചില വസ്തുതകൾ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായിരുന്നാലും ഇറാന് വേണ്ട എല്ലാ സംവിധാനങ്ങളും, സാധാരണ
ഒരു രാഷ്ട്രങ്ങൾക്ക് റഷ്യയോ ചൈനയോ നൽകുന്ന സപ്പോർട്ടുകൾക്ക് അപ്പുറം ഒരു വലിയ രീതിയിലുള്ള, അതായത് എല്ലാ ആംസുകളും എല്ലാ ആയുധങ്ങളും അതോടൊപ്പം തന്നെ എല്ലാ ഇലക്ട്രോണിക് സംവിധാനങ്ങളും ഇതെല്ലാം ഇപ്പോൾ ഇറാന് റഷ്യയും ചൈനയും നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഇതിലൂടെ ഇറാനെ സഹായിക്കുക എന്നതിലപ്പുറം ഇതിലൂടെ അമേരിക്കയെ പൂട്ടിക്കെട്ടുക എന്ന ഉദ്ദേശവും ഒരുപക്ഷെ റഷ്യക്കും ചൈനക്കും ഉണ്ടായേക്കാം എന്നാണ് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്.